എൻ്റെ പേര് മനീഷ്. ഞാൻ സിലിയോ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാനേജിങ് പാർട്ണറായിട്ട് പാർട്ണറാണ്. അപ്പം അതിൽ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ സെഷനിൽ ഇപ്പം നമ്മൾ ഓൾറെഡി അറിയാം സിലിയോ സൊല്യൂഷൻസിൻ്റെ കോഴ്സസിൽ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ കാലിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ക്ലൗഡ്, CCNA, CCNP ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കൂടാതെ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CISSPൻ്റെ സെഷനാണ്. അപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന CCNA, CCNP, അഷ്യൂർ ഇങ്ങനെയുള്ള സൈബർ സെക്യൂരിറ്റി കോമ്പറ്റീഷൻ ഇതിൻ്റെയൊക്കെ ഡെമോ സെഷൻ വേണമെങ്കിൽ നിങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ട ചെയ്തു തരും കേട്ടോ. ഫോർട്ടിക്കേറ്റ്, പാലോൾട്ടോ ഒക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ CISSPനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ CISSPൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മുടെ സാറ് നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ സാറിൻ്റെ പേര് അബ്ദുൽ കലാം. സാർക്ക് ഒരുപാട് 23 വർഷത്തിൽ കൂടുതലായിട്ട് ഈ IT ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള സാറാണ് വരുന്നത്. പുറത്തും അതേമാതിരി ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്ത് പരിചയമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കമ്പനികളുടെ ഒരുപാട് സർട്ടിഫിക്കേഷൻസും സാറിനുണ്ട്. അതേമാതിരി റോയൽ ഹോളോ യൂണിവേഴ്സിറ്റി ലണ്ടനിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാസ്റ്റർ ഇൻ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതായത് 2008-2009 കാലഘട്ടത്തിൽ തന്നെ എടുത്ത അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സാറാണ് കേട്ടോ. അപ്പോൾ സാറ് CISSPനെ കുറിച്ചും ബാക്കി ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരും, എന്തൊക്കെയാണ് അതിൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ മൺഡേ ടു ഫ്രൈഡേ ഉണ്ട്, വീക്കെൻഡ് ബാച്ചുകളുണ്ട്. സാറിൻ്റെ ടൈമിംഗ് സാറ് പറഞ്ഞു തരും കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം സാറിന് കേൾക്കാമല്ലോ അല്ലേ? ഞാൻ ഷെയറിങ് ഓഫ് ആക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ആ, ഉണ്ട് ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ CISSP. CISSPയെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ്ലി CISSP നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നടന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഇവിടെ കൊടുത്തിരിക്കുന്ന മാതിരി April 15, 2024 ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നടന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഉള്ള കണ്ടന്റും കാര്യങ്ങളും. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള എൻ്റെ ഒരു പ്രൊഫൈലിന്റെ ഓവർവ്യൂ. ഇപ്പോൾ 1998 ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ IT ഇൻഡസ്ട്രിയിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ സൈബർ സെക്യൂരിറ്റി ഒരു മെയിൻ ഇൻഡസ്ട്രിയെ വന്നപ്പോൾ ഞാൻ അതിലേക്ക് മൂവ് ചെയ്തു. റോയൽ ഹോളോവേന്ന് അതിനുശേഷം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് എടുത്തു. സർട്ടിഫിക്കേഷൻസ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കേഷൻസിലാണ്. ISO 42001, CISSP, CISA 27001 ലീഡ് ഓഡിറ്റർ. ഇപ്പോൾ ഞാൻ പല റോൾസിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി ഡയറക്ടറായിട്ട് ഞാൻ കറന്റ് വർക്ക് ചെയ്യുന്നു. അതുപോലെ സെക്യൂരിറ്റി ട്രെയിനർ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ സെക്യൂരിറ്റി ട്രെയിനിങ്സും ഡെലിവർ ചെയ്യുന്നുണ്ട്. CISSPയുടെ സെക്യൂരിറ്റി ട്രെയിനിങ്സ് ഞാൻ കഴിഞ്ഞ ഒരു 10 years ആയിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന എല്ലാ റോൾസിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ഓഫീസറായിട്ട്, കൺസൾട്ടന്റ് ആയിട്ട്, ഓഡിറ്ററായിട്ട്, അതുപോലെ തന്നെ IT ലീഡായിട്ട്. സർ കുറെ സമയം തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഗവർണൻസ് ആൻഡ് മാനേജ്മെന്റ്, അതുപോലെ സെക്യൂരിറ്റി ഓഡിറ്റ്സ് ആൻഡ് അസസ്മെന്റ്സ്, ഡേറ്റ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, ISO ഇംപ്ലിമെന്റേഷൻ, സെക്യൂരിറ്റി കംപ്ലയൻസ്, വൾണറബിലിറ്റി അസസ്മെന്റ്സ്, നെറ്റ്വർക്ക് പെനട്രേഷൻ ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്. ഇതിലാണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ചില പ്രോമിനന്റ് ആയിട്ടുള്ള ക്ലയൻസ്, അതാണ് ഇപ്പൊ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ മെയിൻലി ഞാൻ ഇന്ത്യയിലും അതുപോലെ തന്നെ UAE-യിലുമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, അപ്പോൾ CISP യെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് CISSP എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് CISSP എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റിയിലുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആയിട്ട് കാണപ്പെടുന്നതാണ് CISP. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ജോബ് ഓപ്പണിങ്സ് വരുമ്പോൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജോബ് ഓപ്പണിങ്സ് വരുമ്പോൾ ഏകദേശം 25% CISSP വേണം എന്ന് നിർബന്ധമായിട്ട് പറയും. ഏകദേശം ഒരു 35-37% CISP പ്രിഫേർഡ് എന്ന് പറയും. അതുപോലെ നമ്മൾ സർട്ടിഫിക്കേഷൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന സർട്ടിഫിക്കേഷൻ ആണ് CISSP. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കപ്പെടുന്നതാണ്. എക്സ്പീരിയൻസ് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി മാനേജ്മെന്റ്, സെക്യൂരിറ്റി ലീഡർഷിപ്പ്, ഈ റോൾസ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ലീഡർഷിപ്പും മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നെക്സ്റ്റ് നിയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സിസമാണ്. എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻസിൽ, അതായത് നമ്മൾ സൈബർ സെക്യൂരിറ്റിയിലേക്ക് എൻട്രി നേടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്ന സർട്ടിഫിക്കേഷൻ ആണ് സെക്യൂരിറ്റി പ്ലസ്. ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ എന്നുള്ള നിലക്ക് CH ചോദിക്കുന്നുണ്ട്. പക്ഷെ CH മെയിൻലി ചോദിക്കുന്നത് വൾണറബിലിറ്റി അസസ്മെന്റ്സ്, പെനിട്രേഷൻ ടെസ്റ്റിംഗ്, ഈ ഒരു റോളില്ല. ഇതെന്ന് പറയുമ്പോൾ ഏതൊരു സെക്യൂരിറ്റി റോളും ചോദിക്കപ്പെടുന്നു. CISSP എന്ന് പറയുമ്പോൾ സീനിയർ ലെവലിലുള്ള ഏതൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയിലും ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കപ്പെടുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് CISSP എന്ന് പറയുന്നത്. അപ്പൊ എസെൻഷ്യലി അതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാൻ കാരണം ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് തരുന്ന ഒരു പേ സ്കെയിൽ. ഇപ്പൊ സർട്ടിഫൈഡ് ആയിട്ടല്ലാത്ത ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹയർ പേ ഉണ്ട്. അപ്പൊ ഒരു ഗ്ലോബൽ ആവറേജ് ആണ് ഈ പറയുന്നത്. പേയും കാര്യങ്ങളും ബേസിക്കലി US കൂടുതൽ. ഒരു ഗ്ലോബൽ ആവറേജ് നമ്മളെടുത്ത് ഇയർലി $190,000 എന്നുള്ളതാണ്. ഇപ്പോൾ മിഡ് ടു സീനിയർ ടെക്നിക്കൽ ലെവൽ ആണെന്നുണ്ടെങ്കിലുള്ള ഒരു സാലറി റേഞ്ച് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സെക്യൂരിറ്റി ആർക്കിടെക്ചർ ആ റോൾസിലൊക്കെ ആണെന്നുണ്ടെങ്കിലുള്ള ഒരു എന്താ പറയുക സാലറി റേഞ്ച് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതേസമയം മാനേജ്മെന്റ് ലെവൽസ്, ലീഡർഷിപ്പ് ലെവൽസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് ദ പേ സ്കെയിൽ. അപ്പോ സർട്ടിഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പേ സ്കെയിലും കിട്ടാൻ തരുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ് CISP എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കപ്പെടുന്നു നല്ലൊരു പേ. അത് കൂടാതെ നമ്മൾ CISSPയുടെ മറ്റ് അഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വർഷം ഹാക്കർ ന്യൂ സൈബർ സെക്യൂരിറ്റി അവാർഡ്സ്, അതുപോലെ തന്നെ യൂറോപ്പിലുള്ള SC അവാർഡ്സ്, ഈ 2 അവാർഡ്സിലും ഈ പറയുന്ന വർഷം ബെസ്റ്റ് സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട CISSP ആണ്. അപ്പൊ അത് അതിന്റെ ഇമ്പോർട്ടൻസിന്റെ, അതിന്റെ റെലവൻസിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ബെസ്റ്റ് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആയിട്ടും CISSP തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന് ഇതിന്റെ ഗ്ലോബൽ റെക്കഗ്നിഷൻ ആണ്. ഓൾമോസ്റ്റ് 170 കൺട്രീസ്, ടോട്ടലി 190-200 കൺട്രീസ് ആണ് ഉള്ളത്. അതിൽ ഓൾമോസ്റ്റ് 170 കൺട്രീസിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു. ഹോളിസ്റ്റിക് കവറേജ് എന്ന് പറയുമ്പോൾ സൈബർ സെക്യൂരിറ്റിയിലുള്ള എല്ലാ ഏരിയാസും ഇത് കവർ ചെയ്യുന്നു. CISSP സൈബർ സെക്യൂരിറ്റിയിൽ എന്തെല്ലാം ഏരിയാസ് ഉണ്ടോ അതെല്ലാം കവർ ചെയ്യുന്നു അറ്റ് എ ഹൈ ലെവൽ. ഹൈ ലെവലിലാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഹൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് എന്താണ്, ഒരു സെക്യൂരിറ്റി കൺസെപ്റ്റ് എന്താണ്, ആ സെക്യൂരിറ്റി കൺസെപ്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, എവിടെയാണ് എന്നുള്ളത് നമ്മൾ കവർ ചെയ്യും. അതിന്റെ ഇംപ്ലിമെന്റേഷൻ, കോൺഫിഗറേഷൻ, ആ ഒരു ഡീറ്റെയിൽസിലേക്കും നമ്മൾ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ
CISSP is a certification for security managers എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്പെസിഫിക്കലി ഒരു മാനേജ്മെന്റ് ലീഡർഷിപ്പ് റോൾസിലൊക്കെ ഉള്ളവർക്ക് റെലവെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് സെക്യൂരിറ്റി കൺസെപ്റ്റ്, അത് എവിടെ അപ്ലൈ ചെയ്യാം, എന്താണ് അതിന്റെ സൊല്യൂഷൻ, ഇംപ്ലിമെന്റേഷൻ ഒന്നും അവരുടെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങളല്ല. ഇംപ്ലിമെന്റേഷൻ ഒക്കെ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് ചെയ്യുക. അപ്പൊ ഹോളിസ്റ്റിക് കവറേജ് എന്ന് എസെൻഷ്യലി അവർ മെയിൻ ചെയ്യണത് എല്ലാ ഡൊമെയിൻസും കവർ ചെയ്യും സൈബർ സെക്യൂരിറ്റിയിലുള്ള. ഇപ്പൊ എല്ലാ ഡൊമെയിൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഈ പറയുന്ന ഡൊമെയിൻസ്. ഇത് ഡൊമെയിൻ 1 സെക്യൂരിറ്റി ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, ഇത് ഡൊമെയിൻ 2, ഡൊമെയിൻ 3, ഡൊമെയിൻ 4, ഡൊമെയിൻ 5, 6, 7, 8 ഇങ്ങനെ 8 ഡൊമെയിനാണ് ഉള്ളത്. അപ്പോൾ ഒരു IT ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു IT നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ക്ലൗഡ് അല്ലെങ്കിൽ സെർവർ സപ്പോർട്ട് എന്തുവേണമെങ്കിലും IT ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഡൊമെയിൻ 2, 3, 4, 5, 6, 7 ഇത് ഫെമിലിയർ ആയിരിക്കും. ഇതില് ഫെമിലിയർ അല്ലാത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെക്യൂരിറ്റി. അതുപോലെ തന്നെ ഒരു പകുതി ഫെമിലിയർ ആയിരിക്കും, പകുതി ഫെമിലിയർ അല്ലാത്ത മറ്റൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും സെക്യൂരിറ്റി ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. അപ്പോ IT ഇൻഫ്രാസ്ട്രക്ചർ ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ പറയുന്ന 8 6 ഡൊമെയിൻസ് ഫെമിലിയർ ആയിരിക്കും. 2 ഡൊമെയിൻസിലാണ് സാധാരണ നമുക്ക് ഒരു പ്രിപ്പറേഷൻ കാര്യമായിട്ട് വേണ്ടി വരിക സാധാരണഗതിയിൽ. അതുപോലെ CISSP സർട്ടിഫിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ എക്സ്പീരിയൻസും പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു 5 years എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ്, 5 years എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം 8 ഡൊമെയിനിൽ ഏതെങ്കിലും ഒരു 2 ഡൊമെയിനിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ IT വർക്ക് ചെയ്യുന്നവർ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യും എന്ന് മാത്രമല്ല, അപ്പൊ ഒന്നില്ലെങ്കിൽ 5 വർഷം നിങ്ങൾക്ക് ഓൾറെഡി മറ്റൊരു സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, സെക്യൂരിറ്റി പ്ലസോ CHO അങ്ങനത്തെ ചില സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 1 വർഷത്തെ എക്സ്പീരിയൻസിന് ഈക്വലന്റ് ആവും. അതല്ല, നിങ്ങൾക്കൊരു 4 വർഷത്തെ ഡിഗ്രി നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും 1 വർഷത്തെ എക്സ്പീരിയൻസിന് പകരമാവും. അപ്പോൾ 1+1 2 അങ്ങനെ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, മാക്സിമം 1 year നമുക്ക് റിപ്ലേസ്മെന്റ് കിട്ടും. അപ്പോൾ ഇത് ഈ പറയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ഒരു 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് CISSP എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് കുറവാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസോ 3 വർഷത്തെ എക്സ്പീരിയൻസോ ഉണ്ടെങ്കിലും എക്സാമിന് അപ്ലൈ ചെയ്യാം. പക്ഷെ അപ്പോൾ നമ്മൾ അസോസിയേറ്റ് ഓഫ് CISSP ആയിട്ടാണ് എക്സാമിന് അപ്പിയർ ചെയ്യുക. എന്നിട്ട് എക്സാം പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 വർഷത്തെ സമയം കിട്ടും. ആ സമയത്തിനുള്ളിൽ ബാക്കി എക്സ്പീരിയൻസ് നമ്മൾ വർക്ക് ചെയ്ത് ഏൺ ചെയ്തിട്ട് പിന്നെ സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. ഇതാണ് അതിന്റെ ഈ പറയുന്ന CISSP സർട്ടിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു റൂൾ. അപ്പോ നമ്മൾ നോക്കിയത് എന്താണ് CISSP, വൈ CISSP is relevant, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അതുപോലെ CISSPയിൽ ഏതെല്ലാം ഡൊമെയിൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി. CISSPയുടെ ബേസിക് റിക്വയർമെന്റ് നമ്മൾ പറഞ്ഞു. അതിന്റെ എന്താ പറയാ പ്രീ റെക്വസിറ്റ്, ആർക്ക് CISSP എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മൊത്തം 8 ഡൊമെയിനിൽ ഏതെങ്കിലും 2 ഡൊമെയിനിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 4+1. 1 എന്ന് പറഞ്ഞാൽ മറ്റൊരു സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു 4 year കോളേജ് ഡിഗ്രി, ഇതാണ് ഉദ്ദേശിക്കുന്നത്.
പിന്നെ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാം. പാസ്സായി കഴിഞ്ഞാൽ 5 വർഷമല്ല 6 വർഷം നമുക്ക് കിട്ടും. ആ 6 വർഷത്തിനുള്ളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് വർക്ക് ചെയ്ത് ഉണ്ടാക്കി അത് കാണിച്ച് നമുക്ക് സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാം. ഇപ്പൊ എന്തായാലും ഇതിലിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്ന ഭൂരിഭാഗം പേരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അസോസിയേറ്റ് എന്നുള്ളത് റെലവെന്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ തന്നെ ഡയറക്ട്ലി ക്വാളിഫൈ ചെയ്ത് CSSPക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇനി എക്സാമിന്റെ നേച്ചറെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഈ എക്സാം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്, മാക്സിമം 3 hours. എത്ര ക്വസ്റ്റ്യൻസ് ആണെന്ന് ചോദിച്ചാൽ മിനിമം 100 ക്വസ്റ്റ്യൻ, മാക്സിമം 150 ക്വസ്റ്റ്യൻ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഫിക്സഡ് നമ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒരു കാൻഡിഡേറ്റ് വെൽ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യനിൽ അയാളുടെ എക്സാം തീരും. പക്ഷെ അയാൾ കൂടുതൽ റോങ് ആയിട്ടുള്ള ആൻസർ ആണ് കൊടുക്കുന്നത് എങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ അയാൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോ 3 മണിക്കൂർ അല്ലെങ്കിൽ 150 ക്വസ്റ്റ്യൻ ഏതാണോ ആദ്യം വരുന്നത് ആ സമയത്ത് എക്സാം സ്റ്റോപ്പ് ആവും. എക്സാം നിന്നാൽ ഉടനെ നമുക്ക് പാസ്സായോ ഫെയിൽ ആയോ എന്നറിയാൻ പറ്റും. ഇതിന്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ പിന്നീട് വരും. കാരണം ഇത് ഇങ്ങനെ ഈ ഫിക്സഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ല എന്നുള്ളത് ഈ കാറ്റ് എക്സാമിന്റെ ഫീച്ചറാണ്. കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്ന ഏതൊരു ടെസ്റ്റും അതിന്റെ നേച്ചർ ഇങ്ങനെയാണ്. കാരണം ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ആൻസർ അനുസരിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ എക്സാം ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ PSNBയുടെ സൈറ്റിൽ പോയി നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളുടെ റീജിയൻ ചൂസ് ചെയ്യുക. റീജിയൻ ചൂസ് ചെയ്തിട്ട് ആ റീജിയനിൽ ടെസ്റ്റ് സെന്റർ നോക്കുക. ടെസ്റ്റ് സെന്ററിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ് ചൂസ് ചെയ്യുക. ഡേറ്റ് ചൂസ് ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കുക. ഫുൾ പേയ്മെന്റ് ആണ്, അപ്ഫ്രണ്ട് ആയിട്ട് നമ്മൾ ഫുൾ പേയ്മെന്റ് കൊടുക്കണം. ഒരു ചാൻസിനാണ് 750 പ്ലസ് ടാക്സസ്. എക്സാമിന് ഒരു തവണ അപ്പിയർ ചെയ്യാനുള്ള ഫീ ആണിത്, 750 പ്ലസ് ടാക്സസ്. ഇപ്പോ അവർ പീസ് ഓഫ് മൈൻഡ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഓഫറാണത്. അതെന്താന്ന് വെച്ചാൽ ആ ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ $1000 പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 2 അറ്റംപ്റ്റ് ചെയ്യാം, എക്സാമിന്റെ 2 അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോ ഇത് റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിൽ അവർ ലോഞ്ച് ചെയ്ത പുതിയൊരു പ്രോഗ്രാമാണ്. ഇതാണ് ആക്ച്വലി നമ്മൾ സീരിയസ് ആയിട്ട് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതെടുക്കലാണ് നല്ലത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ ക്ലിയർ ആയില്ലെങ്കിലും സെക്കൻഡ് അറ്റംപ്റ്റിൽ നമ്മൾ ക്ലിയർ ആകും. അപ്പൊ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയാണ്. എക്സാം ക്യാൻസൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് $100 അവര് അതിൽ നിന്ന് പിടിക്കും, ബാക്കി നമുക്ക് റീഫണ്ട് ചെയ്യും. എക്സാം വേണമെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാം. ഇപ്പോ ഞാനൊരു എക്സാം ഡേറ്റ് വെച്ച് ബുക്ക് ചെയ്തു. ഈ ഡേറ്റ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഞാൻ പ്രിപ്പയർഡ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് എക്സാം റീഷെഡ്യൂൾ ചെയ്യാം. അതങ്ങനെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാം. പക്ഷെ ഓരോ തവണ റീഷെഡ്യൂൾ ചെയ്യുമ്പോഴും ഒരു $50 കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയാൽ 30 ദിവസം കഴിഞ്ഞിട്ടേ രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റൂ. അതും ഫെയിൽ ആയാൽ 90 ദിവസം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റൂ. അതും ഫെയിൽ ആയാൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ടേ അടുത്ത അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റൂ. ഇതാണ് അതിന്റെ
വെയിറ്റിംഗ് റൂൾ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ എക്സാമിന്റെ നേച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ ആൻസർ അനുസരിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ തീരുമാനിക്കപ്പെടുന്നത്. സ്കിപ്പ് ചെയ്യലില്ല. അതുപോലെ നെഗറ്റീവ് മാർക്സ് ഇല്ല. നെഗറ്റീവ് മാർക്സും നമുക്കില്ല. അതുകൊണ്ട് ഉത്തരം തെറ്റിയാൽ മാർക്ക് പോകും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഭയം നമുക്ക് വേണ്ട. ആൻസർ അറിയില്ലെങ്കിലും ഏറ്റവും ലോജിക്കലായിട്ടുള്ള ഒരു ആൻസർ അങ്ങ് ചൂസ് ചെയ്യുക. കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കിട്ടും. അത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളുടെ സ്കോറ് കുറയ്ക്കുകയൊന്നുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. എക്സാമിന്റെ മാർക്ക് അവർ 1000 സ്കെയിൽ ചെയ്യും. 1000 700 മാർക്സ് കിട്ടണം. ഇതാണ് പാസ് മാർക്ക് CSSPയുടെ. 70% ആണ് CSSPയുടെ പാസ് മാർക്ക്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഒരാള് എക്സാം ഫെയിലായി എന്ന് വിചാരിക്കാം. ഫെയിലായി കഴിഞ്ഞാൽ അവർ നമുക്കൊരു പെർഫോമൻസ് റിപ്പോർട്ട് തരും. ആ പെർഫോമൻസ് റിപ്പോർട്ടിനകത്ത് ഈ 8 ഡൊമൈനിൽ ഏതെല്ലാം ഡൊമൈൻ നമ്മൾ നന്നായിട്ട് ചെയ്തു, ഏതെല്ലാം ഡൊമൈൻ നമ്മൾ പാസ്സായി, ഏതെല്ലാം ഡൊമൈൻ നമ്മൾ പാസ്സായില്ല എന്നുള്ളത് അവർ പറയും. ഇപ്പോ ആ റിപ്പോർട്ടിൽ എബോവ് പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പാസ്സായി എന്ന അർത്ഥം. നിയർ പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആ ഡൊമൈൻ നമ്മൾ ക്ലിയർ ചെയ്തില്ല, പക്ഷേ ഏറെക്കുറെ അടുത്താണ്. ബിലോ പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ പൂറായിട്ട് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എവിടെ നമ്മൾ പൂറായിട്ട് ചെയ്തു അതിൽ നമുക്ക് കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യാം. അതുപോലെ നിയർ പ്രൊഫിഷ്യൻസിയിൽ നമുക്ക് അത്രയും ഒരു ഇത് കൊടുക്കേണ്ട കാര്യം വരില്ല. അപ്പോൾ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പെർഫോമൻസ് റിപ്പോർട്ട് കിട്ടൂ. പാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ പെർഫോമൻസ് റിപ്പോർട്ടൊന്നും കിട്ടില്ല. ഇനി നമ്മൾ പരീക്ഷ പാസ്സായാൽ സർട്ടിഫൈഡ് ആണ് എന്ന് പറയാൻ പറ്റില്ല. സർട്ടിഫൈഡ് ആകണമെങ്കിൽ നമ്മൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ISC സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് CISSP എന്ന് പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സൈബർ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ ഇവര്. അപ്പൊ അതില് അവര് CISSP എക്സാം കണ്ടക്ട് ചെയ്യുന്നു. ഇവരുടെ സൈറ്റിൽ പോയാൽ ഓൺലൈനായിട്ട് ഒരു എൻഡോഴ്സ്മെന്റ് ഫോം ഉണ്ടായിരിക്കും. ആ എൻഡോഴ്സ്മെന്റ് ഫോമിൽ നമ്മൾ നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് അവിടെ ക്യാപ്ചർ ചെയ്യുക. നമ്മളുടെ എക്സ്പീരിയൻസ് CISSPയുടെ ഓരോ ഡൊമൈനിലേക്ക് മാപ്പ് ചെയ്യുകയും വേണം. അതും വേണം. ഇപ്പോ ഞാൻ 3 വർഷമായി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു വിചാരിക്കാം. അതിനു മുമ്പ് 2 വർഷം മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു വിചാരിക്കാം. അപ്പൊ 3 2 5. ഇവിടത്തെ എക്സ്പീരിയൻസ് ഞാൻ വെക്കും. ഇവിടത്തെ എക്സ്പീരിയൻസ് ഏതെല്ലാം CSSP ഡൊമൈനുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്യും. അത് കൂടാതെ റെഫറൻസിന് ഒരാളുടെ കോണ്ടാക്ട് ഞാൻ വെക്കണം. ഇവിടെ ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളതിന് ഒരു റെഫറൻസിന് ഒരു കോണ്ടാക്ട് ഞാൻ ഇവിടെ വെക്കണം. പിന്നെ ഞാൻ അതിന് മുമ്പത്തെ കമ്പനിയിലേക്ക് പോകും. അവിടെ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എഴുതും, ഡൊമൈനായിട്ട് മാപ്പ് ചെയ്യും. അവിടെ വർക്ക് ചെയ്തിരുന്ന ഒരാൾ, അയാളുടെ റെഫറൻസ് ഞാൻ വെക്കും. അതിനുശേഷം ഈ ഫോം ISC സ്ക്വയറിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരാൾ അയാളിത് സൈൻ ചെയ്യണം. അതിനെയാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ ഐഡിയലി ഇത് ചെയ്യുന്നത് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് അറിയാവുന്ന ഒരാളായിരിക്കണം. ഇനി അങ്ങനെ അല്ലാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ
അയാൾ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അയാൾക്ക് എൻഡോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് ഓൾറെഡി ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ISC സ്ക്വയറിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരാളുണ്ടെങ്കിൽ, ISC സ്ക്വയറിന് CISSP മാത്രമല്ല മറ്റു സർട്ടിഫിക്കേഷൻസും ഉണ്ട്, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ആയാൽ മതി. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ സൈൻ ചെയ്യാം. അതല്ല, നിങ്ങളിപ്പോൾ CSP ഇപ്പോൾ എൻ്റെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തു, നിങ്ങൾ പാസ്സായി, അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻഡോസ് ചെയ്യാം. പക്ഷേ ഞാൻ എൻഡോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ വെരിഫൈ ചെയ്യണം, എന്നിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ISC സ്ക്വയറിന് എഴുതി കഴിഞ്ഞാൽ ISC സ്ക്വയർ നേരിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെരിഫൈ ചെയ്യും. എക്സ്പീരിയൻസ് വെരിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ലെറ്റർ കമ്പനിയിൽ നിന്ന് വാങ്ങി നമ്മൾ അവർക്ക് കൊടുക്കണം. അതാണ് വെരിഫിക്കേഷൻ, അങ്ങനെയാണ്. എന്നിട്ട് എൻഡോസ് ചെയ്യും. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഫോം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്ത ഫോം അവർ വെരിഫൈ ചെയ്യും. അത് വെരിഫിക്കേഷൻ പാസ്സായാൽ പിന്നെ നമുക്ക് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വരും, സർട്ടിഫൈഡ് ആയി എന്ന് പറഞ്ഞിട്ട്. നമുക്കൊരു സർട്ടിഫിക്കേഷൻ നമ്പറും അവർ അസൈൻ ചെയ്യും, സർട്ടിഫിക്കറ്റും അവർ ഇഷ്യൂ ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ എക്സാം പാസ്സായാൽ എൻഡോഴ്സ്മെന്റ് ചെയ്യാനായിട്ട് 9 മാസത്തെ സമയം നമുക്കുണ്ട്. ആ 9 മാസത്തിനുള്ളിൽ നമ്മളത് ചെയ്തിരിക്കണം. ഇനി എൻഡോഴ്സ്മെന്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയാൽ നമ്മൾ സർട്ടിഫൈഡ് ആയി. സർട്ടിഫൈഡ് ആയി നമുക്ക് സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു. 3 വർഷത്തേക്കാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ വാലിഡ് ആയിട്ടുണ്ടാവുക. 3 വർഷത്തേക്കാണ് അതിന്റെ വാലിഡിറ്റി. ഓരോ വർഷവും സർട്ടിഫിക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. ഓരോ വർഷവും ഒരു $135 മെയിൻ്റനൻസ് ഫീസ് ആയിട്ട് നമ്മൾ കൊടുക്കണം. കൂടാതെ എവറി ഇയർ ഒരു 40 hours ട്രെയിനിങ് നമ്മൾ കാണിക്കണം. ശരിക്കും പറഞ്ഞ 40 hours വേണ്ട, 40 CPE ആണ്. 1 CPE എന്ന് പറഞ്ഞാൽ ISC സ്ക്വയറിന്റെ കണക്കിൽ 45 മിനിറ്റ് ആണ്. അപ്പോൾ ശരിക്കും 30 മണിക്കൂർ ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 40 CPE ആയി കണക്കാക്കപ്പെടും. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ ഈ പേയ്മെന്റും ഇതും ചെയ്തു, രണ്ടാമത്തെ വർഷവും ചെയ്തു, മൂന്നാമത്തെ വർഷം ചെയ്തു എന്ന് വിചാരിക്കാം. അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത 3 വർഷത്തേക്ക് എൻ്റെ സർട്ടിഫിക്കേഷൻ റിന്യൂ ആകും. പിന്നെ ഓരോ വർഷവും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അടുത്ത 3 വർഷത്തേക്ക് റിന്യൂ ആകും. ഇനി നമ്മൾ ഈ പേയ്മെന്റ് ചെയ്തില്ല എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ ട്രെയിനിങ് നമ്മൾ അതിന്റെ പോയിന്റ്സ് കാണിച്ചില്ല എന്ന് വിചാരിക്കാം. അവർ നമുക്കൊരു നോട്ടിഫിക്കേഷൻ അയക്കും, അവർ ഒരു സമയം തരും, ആ സമയത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ CPE പോയിന്റ്സ് നമ്മൾ ഏൺ ചെയ്യണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സർട്ടിഫിക്കേഷൻ സസ്പെൻഡ് ആകും. വേഴ്സ്റ്റ് കേസിൽ അത് ക്യാൻസൽ ചെയ്യും. CSP എക്സാം എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പ്രിപ്പറേഷനിൽ അതിന് വരുന്നത്. ഇപ്പോൾ സാധാരണ ഞാൻ എല്ലാവരോടും പറയാറ്, അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും പറയാറ്, നിങ്ങൾ CSP എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു 3 അല്ലെങ്കിൽ 4 മാസത്തെ സമയം നിങ്ങൾ കാണണം. ഈ സമയത്ത് ഒരാഴ്ചയിൽ 10 മണിക്കൂറെങ്കിലും നമുക്ക് പ്രിപ്പറേഷനോട് സ്പെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു 3-4 മാസം നമ്മൾ പ്രിപ്പറേഷൻ ചെയ്താലേ, ആഴ്ചയിൽ 10 മണിക്കൂർ എന്നുള്ള നിലക്ക് 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്താലേ നമുക്കൊരു സഫീഷ്യന്റ് പ്രിപ്പറേഷൻ ആകുള്ളൂ. അപ്പൊ അതിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. CSP എക്സാം എഴുതിയെടുക്കാൻ ഒരുപാട് എഫേർട്ട് ഉണ്ട്, പ്രിപ്പറേഷൻ ഉണ്ട്. പാസ്സായി സർട്ടിഫൈ ആയി കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയി പോകാതെ സൂക്ഷിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൽ അടുത്ത ചോദ്യം വരുന്നത് എന്താന്ന് വെച്ചാൽ,
ഈ CP പോയിന്റ്സ് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിന് കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് നിങ്ങളെ ഒരു സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ്ങിന് വിട്ടെന്ന് വിചാരിക്കാം. കമ്പനിയിൽ നിന്നൊരു ട്രെയിനിങ് വിട്ടാൽ ആ ട്രെയിനിങ്ങിന്റെ ഡ്യൂറേഷൻ ഓരോ 45 മിനിറ്റും 1 CPE ആണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് ഒരു ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്തു, ആ ട്രെയിനിങ്ങിന്റെയും ഓരോ 45 മിനിറ്റും 1 CPE ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആനുവൽ മെയിൻ്റനൻസ് ഫീ പേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ISC സ്ക്വയറിന്റെ പോർട്ടലിലേക്ക് ആക്സസ് കിട്ടും. ഈ പോർട്ടലിനകത്ത് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വെബിനാറുകളുണ്ട്. ഈ വെബിനാർ എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഇൻഡസ്ട്രിയിലുള്ള വലിയ വലിയ കമ്പനികൾ അവരുടെ എക്സ്പേർട്സ് സൈബർ സെക്യൂരിറ്റിയിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ച് നടത്തുന്ന വെബിനാറുകളാണ്. ടിപ്പിക്കലി ഒരു വെബിനാർ എന്ന് പറഞ്ഞാൽ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ആയിരിക്കും. ഒരു വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഒരു 1 CPE നിങ്ങൾക്ക് കിട്ടും. അപ്പോ ആഴ്ചയിൽ ഒരു വെബിനാർ, 1 വീക്ക് ഒരു വെബിനാർ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ ഓട്ടോമാറ്റിക് ആയിട്ട് 40 CPE നമ്മളുടെ ക്രെഡിറ്റിലേക്ക് തന്നെത്താനെ വരും. അപ്പോൾ സാധാരണ ഞാൻ ഇതാണ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. ഇങ്ങനെ വെബിനാർ വൺസ് എ വീക്ക് വെച്ച് അറ്റൻഡ് ചെയ്യും. ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓരോ CPE പോയിന്റ്സ് ഇങ്ങനെ എൻ്റെ ക്രെഡിറ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ പല അവിടെ അവൈലബിൾ ആയിട്ടുള്ള പല വെബിനാർസ് ആണ് ISC സ്ക്വയറിന്റെ പോർട്ടലിൽ. പിന്നെ മറ്റൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ISC സ്ക്വയർ റെഗുലർ ആയിട്ട് ഇങ്ങനെ സൈബർ സെക്യൂരിറ്റി മെറ്റീരിയലുകൾ പബ്ലിഷ് ചെയ്യും. അതിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അവർ ചോദിക്കും. ആ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് നമുക്ക് CPE തരും. അതുകൂടാതെ ISC സ്ക്വയറിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ചാപ്റ്റേഴ്സ് ഉള്ളത് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, പിന്നെ കൽക്കട്ട, അതുപോലെ തന്നെ ഡൽഹി. ഇത്രയും സ്ഥലങ്ങളിലാണ് ചാപ്റ്റേഴ്സ് ഉള്ളത്. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ദുബായിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. സൗദിയിൽ ചാപ്റ്റർ ഉണ്ടോ എന്നുള്ളത് എനിക്ക് കൺഫേംഡ് അല്ല. അപ്പൊ ചാപ്റ്റേഴ്സ് എല്ലായിടത്തും ഇല്ല. ISC സ്ക്വയറിന്റെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഈ ചാപ്റ്റേഴ്സ് പല ഇവന്റുകൾ നടത്തും. അതിലൊക്കെ നമ്മൾ വോളണ്ടിയറിംഗ് ഒക്കെ ചെയ്താൽ നമ്മളുടെ എഫേർട്ട് അനുസരിച്ചും CPE പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ വെബിനാറുകളാണ്. ഓക്കെ, CISSP എക്സാം എന്ന് പറഞ്ഞാൽ എക്സാം ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്സാകാൻ പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇത് പാസ്സാകണമെങ്കിൽ നമ്മൾ കാര്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആഴ്ചയിൽ ഒരു 10 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു 3 മാസം മുതൽ 4 മാസം വരെ എടുക്കും ഇതിന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവാൻ. ഇനി ഇതിങ്ങനെ ഡിഫിക്കൽട്ട് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക്സ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല. ടോപ്പിക്സ് എല്ലാം വളരെ സിമ്പിൾ ആണ്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഡിഫിക്കൽട്ടി എവിടെ കിടക്കണമെന്ന് വെച്ചാൽ CISSP ക്വസ്റ്റ്യൻസിലാണ് ആ ഡിഫിക്കൽട്ടി കിടക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത് പ്രത്യേക തരത്തിലാണ്. അപ്പോൾ പ്രിപ്പറേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ 3-4 മാസത്തെ പ്രിപ്പറേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിന്റെ ഒരു 70% സമയം
ടോപ്പിക്സ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. 30% സമയം, 30-40 ഡിപ്പെൻഡിങ് ഓൺ, ചിലർക്ക് കുറച്ച് മതി, ചിലർക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ഡംസ് അവൈലബിൾ അല്ല. ഡംസ് എന്ന് പറഞ്ഞ പരിപാടി ഇതിലില്ല. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയില്ല. പക്ഷേ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്താൽ CSP എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഫീല് കിട്ടും. അതെങ്ങനെ അനലൈസ് ചെയ്യണം, അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് അതിന് തന്നെ ഒരു കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് CSP എക്സാമിൻ്റെ, റിയൽ എക്സാമിൻ്റെ ആൻസേഴ്സ് നമുക്ക് എന്താ പറയുക, കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു ഏകദേശം ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ. എത്ര സമയം എടുക്കും, അതിൽ തിയറിക്ക് എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിനൊരുപാട് റെഫറൻസസ് ഉണ്ട് CSSPക്ക്. CSSPയുടെ തിയറി മനസ്സിലാക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാ, CSSPയുടെ ഒഫീഷ്യൽ സ്റ്റഡി ഗൈഡ്, ലേറ്റസ്റ്റ് 10th എഡിഷനാണ്. അപ്പൊ ഇതില് CSSPയുടെ എല്ലാ ടോപ്പിക്സും കൊടുത്തിട്ടുണ്ട്. ഹൈ ലെവൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ CSP എക്സാമിന് ആവശ്യമുള്ള രീതിയിൽ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതില് ചില കൺസെപ്റ്റ്സ് നമ്മൾ ഫെമിലിയർ ആയിരിക്കും, ചിലത് നമ്മൾ ഫെമിലിയർ ആയിരിക്കില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരിക്കും അത്. അപ്പൊ ഈ ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ റീഡിങ് നമ്മൾ ചെയ്യേണ്ടി വരും. അഡീഷണൽ റീഡിങ് ഏതിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് പ്രൈമറി റെഫറൻസ് എങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫെമിലിയർ അല്ലാത്ത കൺസെപ്റ്റ് അതൊന്നും ശരിക്കും മനസ്സിലാവാനായിട്ട് ചിലപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും റീഡിങ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ക്ലൗഡ് ആണെങ്കിൽ ക്ലൗഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അഡീഷണൽ റീഡിങ് ചെയ്യേണ്ടി വരും. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഇതുപോലെ ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പർലി പ്രിപ്പയർഡ് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1000 പ്രാക്ടീസ് ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് 40%, 50% ഇതൊക്കെ ആയിരിക്കും നമ്മുടെ സ്കോർ. അപ്പൊ ഇതിൽ നമ്മൾ ഡിസ്കറേജ് ആവേണ്ട കാര്യമില്ല, കാരണം ഇത് നോർമലാ. CSSPയുടെ പാസ് മാർക്ക് എന്താ? 70%. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങും, ഇതാണ് നമുക്ക് കിട്ടുക. പക്ഷെ അവസാനമാകുമ്പോൾ ഈ 1000 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു വരുമ്പോൾ ഒരു 75%, 80% ഒക്കെ നമുക്ക് കിട്ടണം. അതങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അഡീഷണൽ ആയിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും. അപ്പോ ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പൊ CSSPയുടെ തന്നെ ഒഫീഷ്യൽ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. ഷോൺ ഹാരിസ് എന്ന് പറഞ്ഞ ഓതർ, ബോസോൺ എന്ന് പറയുന്ന പബ്ലിഷർ, അവരുടേതുണ്ട്. വെൻസ്വു, പിന്നെ ലൂക്ക് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഓതർ ഉണ്ട്. ഇപ്പൊ യൂഡമിയിലാണെന്നുണ്ടെങ്കിൽ തോർ പീഡേഴ്സൺ എന്ന് പറയുന്ന ഒരു ഓതർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓതേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത്ര എണ്ണം ചെയ്യുമ്പോൾ തന്നെ 1000 ആവും, 1000 കൂടുതലാവും. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒഫീഷ്യൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ തുടങ്ങും. അതിന്റെ കൂടെ ഒരു അഡീഷണലും ചെയ്യും, പിന്നെ ഒന്നും കൂടി ചെയ്യും. ഒരുപാടെണ്ണം ഉണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാം കൂടി കൂട്ടുമ്പോൾ 1000 ഒന്നുമല്ല, അതിൽ കൂടുതലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയുന്നത് മിനിമം ഒരു 1000 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം, എന്നാലേ നമുക്ക് സഫീഷ്യൻ്റ്ലി പ്രിപ്പയർഡ് ആകാൻ പറ്റൂ എന്നുള്ളതാണ് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്. അപ്പോ ഇത് CSSP എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്.
ഇനി അടുത്ത നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു CSSP ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ എന്താണ് ഓഫർ ചെയ്യണത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്കിപ്പോൾ ഒരു 25+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് സൈബർ സെക്യൂരിറ്റിയിലും IT-യിലും എല്ലാം ആയിട്ട്. പല റോൾസിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹാൻഡ്സ് ഓൺ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ CSSP ട്രെയിനിങ് കൊടുക്കുന്നു. ഒരുപാട് പേര് സർട്ടിഫൈഡ് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, എത്ര പേർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയെന്ന് ചോദിക്കും. ഞാൻ കണ്ടിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് ഇങ്ങനെയാണ്: 10 പേര് CSP ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ അതിൽ 2 പേരാണ് എക്സാം കൊടുക്കുക. സാധാരണ എക്സാം കൊടുക്കുമ്പോൾ അവരെന്നെ നോട്ടിഫൈ ചെയ്യും. 10-ൽ 2 പേരാണ് എക്സാം സാധാരണ കൊടുക്കാറുള്ളത്. ഈ എക്സാം കൊടുക്കുന്നവരിൽ 10 പേരിൽ ഒരു 8 പേര് 9 പേര് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാവും. ബാക്കിയുള്ള 1-2 പേര് അവർ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സാവും. മിക്കവാറും സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇങ്ങോട്ട് പാസ്സായി കഴിഞ്ഞാൽ, പാസ്സായില്ലെങ്കിൽ ഈ എഴുതിയ ആളങ്ങ് ഡിസ്കറേജ്ഡ് ആവും. പിന്നെ അയാൾ സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കില്ല. അത് എന്താ പറയാ, അതൊരു തീരെ നല്ല ഐഡിയ അല്ല അത്. കാരണം ഉടനെ നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കണം. കാരണം ഒരുപാട് പ്രിപ്പറേഷൻ നമ്മൾ നടത്തി, ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അതിൽ നിന്ന് നമുക്ക് പലതും മനസ്സിലാകും. കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ പാസ്സാവും. ഈ രണ്ടാമത് പാസ്സാവാത്തവര് ഡിസ്കറേജ്ഡ് ആയിട്ട് അതങ്ങ് വിട്ട് കളയണതിലാണ് മിക്കവാറും അത് വിട്ടു പോണത്. അപ്പോൾ എക്സാം CSP നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനകത്ത് ഇരിക്കണം, ആ ടൈം സ്പെൻഡ് ചെയ്യണം. അല്ലാതെ ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആയതുകൊണ്ടല്ല. കൺസെപ്റ്റ്സ് ഒക്കെ വളരെ സിമ്പിളാണ്, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് ഒന്നാമത് എല്ലാം കവർ ചെയ്യണം. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാവുമെങ്കിലും ഈ പറയുന്ന എല്ലാ ഡൊമൈനും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അറിയാവുന്ന ഡൊമൈൻ നമുക്ക് ഓക്കെയാണ്, അറിയാൻ പാടില്ലാത്ത ഡൊമൈൻ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പൊ ആ പഠിച്ചെടുക്കാൻ വേണ്ടി, കൺസെപ്റ്റ്സ് പഠിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സമയം പിടിക്കും. സമയമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഫെമിലിയർ ആകാൻ അതിനും ഒരു സമയം പിടിക്കും. അപ്പോൾ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ പേഷ്യൻ്റ് ആയിട്ട്, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 150 CSP ബാച്ചസ് ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ടിപ്പിക്കലി ഒരു 52 to 56 hours ആണ് പ്രിപ്പറേഷൻ ടൈം എടുക്കുക. കാരണം ഒരു എന്താ പറയുക, ട്രെയിനിങ് സെഷനിൽ സാധാരണ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും. കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും. അപ്പോൾ ആ കൺസെപ്റ്റ് ഒന്ന് ശരിക്കും മനസ്സിലാവാനും, ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, അതെങ്ങനെ അനലൈസ് ചെയ്യണം, അതെങ്ങനെ ആൻസർ ചെയ്യണം എന്നൊക്കെ അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഈ പറഞ്ഞ മാതിരി 52 hours അല്ലെങ്കിൽ 56 hours, അപ്പോൾ ഒരു 13-14 സെഷൻ നമുക്ക് വേണ്ടി വരും. 13-14 സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെഷനും 4 മണിക്കൂറാണെങ്കിൽ ഒരു 13-14 സെഷൻ നമുക്ക് വേണ്ടി വരും. അതുപോലെ സർട്ടിഫിക്കേഷൻ എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ളതായിരിക്കും നമ്മുടെ ഫോക്കസ്. അപ്പൊ ഓരോ ടോപ്പിക്കിന്റെയും ഡീറ്റെയിൽ ആ ലെവലിലേക്കാണ് പോകുള്ളൂ. അതുപോലെ എങ്ങനെ അത് മനസ്സിലാക്കി എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഫോക്കസ് ചെയ്ത്, ചിലര് എക്സാമിന് റെഡി ആണോ എന്ന് അറിയാനായിട്ട് ഒരു അസസ്മെന്റ് വഹിക്കും. അങ്ങനെയുള്ളവർക്ക് അസസ്മെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് അവസാനമാകുമ്പോൾ നിങ്ങൾ സ്കോർ ചെയ്യണം, നിങ്ങൾ മാർക്ക് ഇടണം. മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ എത്ര ശതമാനം സ്കോർ ചെയ്യുന്നു എന്ന് നോക്കണം. ഒരു 75-80% അവസാനത്തെ റൗണ്ടുകളിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ റെഡി. ചിലർ ചോദിക്കും ഒരു അസസ്മെന്റ് ഇടുമോ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അസസ്മെന്റ് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഓൾറെഡി എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതിൻ്റെ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, നമ്മളുടെ ഓരോ ട്രെയിനിങ് സെഷൻ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസിൻ്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അത് വാച്ച് ചെയ്യാം. അപ്പോൾ ഒരു 6 months to 1 year ഇതിൻ്റെ ആക്സസ് അവൈലബിൾ ആയിരിക്കും. എക്സാം പ്രിപ്പറേഷൻ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും, പ്ലസ് സ്റ്റഡി പ്ലാൻ. ഇപ്പോൾ ട്രെയിനിങ് മെറ്റീരിയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ ഈ ഒരു ട്രെയിനിങ് മെറ്റീരിയൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ 8 ഡൊമൈൻ്റെ സ്ലൈഡ്സ്, പിന്നെ ഇത് അതിൻ്റെ ഷോർട്ട് നോട്ട്സാണ്. ഈ CSP കൺസെപ്റ്റ് സ്റ്റഡി ഗൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് ആണ്. പിന്നെ സ്റ്റഡി പ്ലാൻ, എങ്ങനെയാണ് CSSP സ്റ്റഡി, അതിൻ്റെ പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ റെഫറൻസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ റെഫർ ചെയ്യണം, എത്ര സമയം നിങ്ങൾ ഇതിന് സ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ളത്. പിന്നെ ഇതിൻ്റെ സിലബസ്, CSSPയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ സെഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യുക. അതുകൂടാതെ ഒഫീഷ്യൽ സ്റ്റഡി ഗൈഡ്, അഡീഷണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു ഗൈഡ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അഡീഷണൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഇതും അഡീഷണൽ ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൂടാതെ വേറെ എന്തൊക്കെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, ഇപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൽ ടോൺ ഹാരിസ്, പീറ്റ്സർഗർ, തോർ പീഡേഴ്സൺ, ലൂക്ക് അഹമ്മദ്, ബോസോൺ, വെൻസു, ഇതൊക്കെ പെയ്ഡാ. ഇതൊക്കെ പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒത്തിരി കോസ്റ്റ്ലിയാ. ഒരു $150 കൊടുക്കണം ഇത് ഓരോന്നിനും. പക്ഷേ ഇതൊക്കെ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഫ്രീ ആണ്. തോർ പീഡേഴ്സന്റെ യൂഡമിയിലുണ്ട്. യൂഡമിയിൽ ഇപ്പോൾ ഓരോ പ്രാക്ടീസ് ക്വസ്റ്റിന്റെ വീഡിയോ അത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താലും ഒരു $500, $600 അത്രയൊക്കെ വരൂ. അതിൽ കൂടുതലൊന്നും വരില്ല. ഇതൊക്കെ $150. ഇപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും ഒരു 1000 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. 1000 കൂടുതൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി അതും പോരാ, നമ്മൾ സ്കോർ ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ മാത്രം അഡീഷണലിലേക്കൊക്കെ പോയാൽ മതി. ഓക്കെ. ഇപ്പൊ നോർമലി നമ്മൾ ഒരു ബാച്ച്, ഒരു CSPയുടെ ബാച്ച് നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷൻസും ക്ലാരിഫിക്കേഷൻസും ഇപ്പോൾ സെഷൻ കഴിഞ്ഞാലും അതുണ്ടാവും. അപ്പോൾ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻസും ക്ലാരിഫിക്കേഷൻസും ഒക്കെ നമ്മൾ നടത്താം. നമുക്ക് ട്രെയിനിങ്സ്, വീക്ക് ഡേ ട്രെയിനിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ വീക്കെൻഡ് ട്രെയിനിങ്സും ഉണ്ട്. വീക്ക് ഡേ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്, ഇതാണ് സാധാരണ വെക്കുക. കാരണം വർക്കിംഗ് പ്രൊഫഷണൽസ് ആകുമ്പോൾ ഇപ്പോൾ കറന്റ് എൻ്റെ പോകുന്ന ബാച്ചസ് ഒക്കെ ഈവനിങ് ആണ്. ഒരു 8 to 10, 2 hours ആണ്. 2 hours, 8 PM to 10 PM IST. വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ 4 hours ആയിരിക്കും. 4 hours. ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 11 AM to 2 PM. ഇതാണ് റണ്ണിങ് ആയിട്ടുള്ളത്. ഇപ്പോൾ കറണ്ട് ബാച്ചസ് രണ്ടും ഈ ഒരു ഇതിലാണ് പോകുന്നത്. പിന്നെ ചിലപ്പോൾ എന്താ പറയുക, ബൂട്ട് ക്യാമ്പ്സ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 days ആയിരിക്കും ബൂട്ട് ക്യാമ്പ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ് സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ CSSPക്ക് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറന്റ്ലി CSSP
വീക്ക് ഡേ ബാച്ചസ് ഓൺഗോയിങ് ആണ്. ഇപ്പോൾ ഇനി അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു ഏകദേശ സമയമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് വീക്കെൻഡ് ബാച്ചസ്. വീക്ക് ഡേ ബാച്ചസും ഓൺഗോയിങ് ആണ്. അതിന്റെ ഒരു അടുത്തത് നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ക്ലാസ്സസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഓക്കെ, ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തിട്ട് നേരെ Q&A സെഷനിലേക്ക് പോകാം. ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പോ ക്ലാസ്സസ് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഫർമേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതാണ് ഉദ്ദേശം. പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇൻഫർമേഷന്റെ കോൺഫിഡൻഷ്യാലിറ്റി, അതുപോലെ ഇന്റഗ്രിറ്റി, അതിന്റെ അവൈലബിലിറ്റി, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് CIA ട്രയാഡ് അല്ലെങ്കിൽ ഇതിനെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ 3 ഫണ്ടമെന്റൽ പില്ലേഴ്സ് എന്ന് പറയാം. പക്ഷെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിക്ക് 5 പില്ലറാണ് ഉള്ളത്. അതിൽ 3 ഫണ്ടമെന്റൽ പില്ലേഴ്സ് ആണ് ഈ പറഞ്ഞത്. CIA, കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. എക്സ്റ്റെൻഡഡ് ആയിട്ട് 2 പില്ലറും കൂടി ഉണ്ട്, ഒതന്റിസിറ്റി, നോൺ റെപ്യൂഡിയേഷൻ. അപ്പോ എന്റെ ഇൻഫർമേഷന് ഈ പറയുന്ന 5 കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്റെ ഇൻഫർമേഷൻ സെക്യൂറാണ്. ഈ പറയുന്ന 5 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ആയാൽ സെക്യൂരിറ്റി വയലേറ്റ് ആയി എന്ന് പറയും. അപ്പൊ ഇതാണ് കൺസെപ്റ്റ്. അപ്പോ പിന്നെ നമ്മുടെ ഡിസ്കഷൻ പോകുന്നത് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി, എന്താണ് ഇന്റഗ്രിറ്റി, എന്താണ് അവൈലബിലിറ്റി എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ ഒരു ഓണർ ഉണ്ട്. ഏതൊരു ഇൻഫർമേഷൻ ഒരു ഓണർ ഉണ്ടായിരിക്കും. ആ ഓണർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാകാം, ഒരു ഡിപ്പാർട്ട്മെന്റ് ആകാം, ഒരു കമ്പനി ആകാം. ഈ ഓണർ തീരുമാനിക്കും ഈ ഇൻഫർമേഷൻ ആര് ആക്സസ് ചെയ്യണം. അവരെ ഓതറൈസ്ഡ് എന്നാ പറയാം, ഓതറൈസ്ഡ് പീപ്പിൾ എന്നാ പറയാം. ആരിത് ആക്സസ് ചെയ്യാൻ പാടില്ല, അൺഓതറൈസ്ഡ്. ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാവൂ. അൺഓതറൈസ്ഡ് ഉള്ള ആൾക്കാർ ഇത് ആക്സസ് ചെയ്യാൻ പാടില്ല. ഈ ഒരു സ്ഥിതിവിശേഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട് എന്ന് പറയും. അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എസെൻഷ്യലി നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ അത് കാണാനും കൈകാര്യം ചെയ്യാനും പാടുള്ളവർ മാത്രമേ കാണാനും കൈകാര്യം ചെയ്യാനും പാടുള്ളൂ, അല്ലാത്തവർ അത് ചെയ്യാൻ പാടില്ല. ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഡേറ്റ എപ്പോഴും ആക്യുറേറ്റ് ആണ്, കറക്റ്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡേറ്റ നമുക്ക് ലഭ്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പൊ നമ്മളിങ്ങനെ ഓരോ കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ഇപ്പൊ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ, ഒരു ഡയഗ്രാമാണ് അല്ലെങ്കിൽ ഒരു പിക്ചറാണിത്. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് എന്താണ് വയലേറ്റ് ചെയ്തതെന്ന് നമ്മൾ പറയണം. അവൈലബിലിറ്റി ആണോ, കോൺഫിഡൻഷ്യാലിറ്റി ആണോ, ഡിസ്ക്ലോഷർ ആണോ, ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ, എന്താണ് വയലേറ്റ് ചെയ്യുന്നത് പറയണം. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ള പറയാവോ? ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ജസ്റ്റ് ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി.
ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? ഫ്രാങ്ക് ഡിസ്കവേഴ്സ് എ കീലോഗർ ഹിഡൻ ഇൻ ദ ലാപ്ടോപ്പ്. കീലോഗർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാൽവെയറാ. ഇതെന്താ ചെയ്യണത്? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീയൊക്കെ റീഡ് ചെയ്യും. ഇത് റീഡ് ചെയ്യുന്നത് ആരാ? ഈ മാൽവെയർ ആരാണോ ഉണ്ടാക്കിയത് അയാളെ റീഡ് ചെയ്യണത്. ശരിക്കും അയാൾ ആ ഡേറ്റ റീഡ് ചെയ്യാൻ പാടുള്ള ആളാണോ? അല്ല, അയാൾ അൺഓതറൈസ്ഡാ. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാള് നമ്മൾ അറിയാതെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റയൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാൽവെയർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ വയലേഷൻ വരുന്നത്? അൺഓതറൈസ്ഡ് പാർട്ടീസ് നമ്മളുടെ ഡേറ്റ ഇങ്ങനെ ആക്സസ് ചെയ്താൽ ഇറ്റ് ഇസ് എ വയലേഷൻ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. അപ്പോ ഇതിപ്പോ സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിനാരിയോ ബേസ്ഡ് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടാവും. സാധാരണ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് CSPയിൽ വരിക. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യും, പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അങ്ങനെയാണ് നോർമലി നമ്മളുടെ ഇത് സെഷൻ പ്രൊസീഡ് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോ വിത്ത് റെസ്പെക്ട് ടു CISSP, എന്താണ് CISSP, നമ്മൾ എന്താണ് ഓഫർ ചെയ്യുന്നത്, നമ്മളുടെ ട്രെയിനിങ് സെഷൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ബ്രീഫ് ഓവർവ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഞാൻ കവർ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ചെയ്യാം. ഇതിൽ CISP മോസ്റ്റ് ഓഫ് ദി തിയറി അല്ലേ? പ്രാക്ടിക്കലി നമ്മൾ എന്തെല്ലാം പഠിക്കുന്നത്? ഇല്ല, ഇതിനകത്ത് പ്രാക്ടിക്കൽസ് ഇല്ല. ഇല്ല, പ്യൂർലി തിയറി പ്യൂർലി തിയററ്റിക്കൽ. അത് പ്രാക്ടിക്കൽ സെഷൻസ് ഇല്ല, അതുപോലെ പ്രാക്ടിക്കൽ എക്സാംസും ഇല്ല. തിയററ്റിക്കൽ കൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ തിയററ്റിക്കൽ എക്സാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാച്ച് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് $1,000 നമ്മൾ അടയ്ക്കണമെന്ന് പറഞ്ഞു. അത് CISSPക്ക് തന്നെയാണോ അതോ പേഴ്സൺ വ്യൂവിന്റെ ഏത് കോഴ്സുകൾക്കും ചെയ്യാവുന്ന പാകത്തിനാണോ വരുന്നത്? അല്ലല്ല, ഇത് CSSP മാത്രമാണ്. CSPയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ. അപ്പോൾ അടുത്ത ബാച്ച് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആവും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. തിയറി എന്ന് പറയുമ്പോൾ നമ്മള് ഹൈ ലെവൽ തിയറി ആണോ അല്ലെങ്കിൽ ഹൈ ലെവൽ തിയറിയാ? അതായത് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ സാറിന്? ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസിഡന്റ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻസിഡന്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നു. എന്താണ് ഇൻസിഡന്റ് മാനേജ്മെന്റ്? ഇൻസിഡന്റ് മാനേജ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് എന്താണ്? ഇൻസിഡന്റ് മാനേജ്മെന്റ് ഓരോ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ആക്ടിവിറ്റീസ് അതിൽ നടക്കും? ഇതൊക്കെ വിത്ത് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്താണത്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ സ്റ്റേജസ് എന്താണ്, ഓരോ സ്റ്റേജിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? പിന്നെ ബന്ധമില്ലല്ലോ. ഏതാണ്? സൈബർ ഫോറൻസിക്കുമായിട്ട് ബന്ധമില്ലല്ലോ. സൈബർ ഫോറൻസിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പൊ സൈബർ ഫോറൻസിക്സ് നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മളെന്താ ഫോറൻസിക്സിൽ നമ്മൾ എന്താ പറയുന്നത്? എന്താണ് ഫോറൻസിക്സിന്റെ ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണ്? ഫോറൻസിക്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ വരുന്ന സ്റ്റേജസ് എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഇതാണ് നമ്മൾ കവർ ചെയ്യുക. അതെങ്ങനെ ചെയ്യണം, അതെങ്ങനെ ചെയ്യും, അതിന് എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കും? ടൂൾസിന്റെ പേര് നമ്മൾ പഠിച്ചു വെക്കും. പക്ഷെ ആ ടൂൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും അതിലേക്കൊന്നുമില്ല. ഫോറൻസിക്സ് നമ്മൾ കവർ ചെയ്യും, ഇൻസിഡന്റ് മാനേജ്മെന്റ്, ഫോറൻസിക്സ്, പക്ഷെ അതിന്റെയൊക്കെ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുക. ഓക്കെ. ഇപ്പോ ഫയർവാൾ ഡിപ്ലോയ് ചെയ്യുന്നു,
ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ പ്രിവെൻഷൻ സിസ്റ്റം ഡിപ്ലോയ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അത് എവിടെ നമ്മൾ പ്ലേസ് ചെയ്യും? അതിപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രം ആയിട്ട് വരച്ച് നമ്മളിങ്ങനെ ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യും, അതൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിന്റെ കോൺഫിഗറേഷൻ അതിലേക്കൊന്നും നമ്മൾ പോയില്ല. അപ്പൊ ഒരു സെക്യൂരിറ്റി മാനേജറെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എന്താണ് സെക്യൂരിറ്റി കൺസെപ്റ്റ്സ് എന്ന് അയാൾ അറിഞ്ഞിരിക്കണം. ഒരു സെക്യൂരിറ്റി പക്ഷെ കൺസെപ്റ്റ് എന്താണ്, നമ്മളിപ്പോ ഒരു അതിന്റെ ഫയർവാൾ ഉപയോഗം എവിടെയാണ്? വെക്കുന്നെങ്കിൽ ഇപ്പൊ ഒരു ഫയർവാൾ വെക്കുന്നെങ്കിൽ അതിൽ എന്തൊക്കെ കോൺഫിഗർ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റിലും വരുന്നുണ്ടോ? ഇല്ല, അതൊന്നും വരില്ല. അതൊന്നുമില്ല. ഇല്ല. ഫയർവാള് എന്തൊക്കെ തരത്തിലുള്ള ഫയർവാള്, ഓരോ തരത്തിലുള്ള ഫയർവാൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അതെങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നു, കോൺഫിഗറേഷനും കാര്യങ്ങളൊന്നും അതിൽ വരില്ല. അതാണ് നമ്മളെ ആ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞില്ലേ, അത്യാവശ്യം ഒരു 5 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ സൈബർ സെക്യൂരിറ്റി ലെവലിൽ അത് പിന്നെ ഇപ്പം സെക്യൂരിറ്റി പ്ലസ് CH അതേമാതിരി ഫോർട്ടിക്കേറ്റ് പാലോൾട്ടോ ഫയർവാളുകൾ ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കുറച്ചും കൂടെ ഹയർ ലെവലിൽ ഇപ്പം നമുക്കറിയാലോ, നമ്മളൊരു ഒരു 5-10 വർഷം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത പിന്നെ നമ്മളെല്ലാവരും മാനേജറോ അല്ലെങ്കിൽ മുതലാളിയാകാനാണ് ശ്രദ്ധിക്കുക. അപ്പം അതിന് വേണ്ട രീതിയിലുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് മലയാളത്തിൽ പറഞ്ഞ ഈ CISSP. ആ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. അപ്പം അത് മലയാളത്തിൽ, അതാണ് ഇവിടെ ഹൈലൈറ്റ്. നമുക്ക് മലയാളത്തിൽ ഡിസ്കസ് ചെയ്ത് മലയാളത്തിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹൈലൈറ്റ്. നമ്മളിപ്പോൾ ഇതുവരെ ഇതൊക്കെ ഇംഗ്ലീഷിലാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, കാരണം നമ്മൾ മലയാളികളുടെ ഒരു പ്രശ്നം വെച്ചാൽ എല്ലാം മലയാളത്തിൽ വേണം എന്നുള്ളൊരിതുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ കണ്ട് കിട്ടിയാലും പക്ഷെ മലയാളത്തിൽ നമുക്ക് ഒരാളോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എഫേർട്ട് എടുക്കണം. സാറ് പറഞ്ഞില്ലേ, എത്ര മണിക്കൂർ വെച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ. ഇപ്പോൾ സാധാരണ എല്ലാവരും പ്രോക്സി ഒക്കെ ആയിരിക്കും തപ്പുന്നത്. ഇതിൽ പ്രോക്സി ഇല്ല. ആദ്യമേ അത് പറയാം. സാർ അതാണ് പറഞ്ഞത്, നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് നമ്മൾ തന്നെ ഇതാക്കുക. പിന്നെ ഒരു CSP സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ വാല്യൂ എന്താണെന്ന്. അതാണ് അതിന്റെ വാല്യൂ. അതാണ് അതിൻ്റെ അതുകൊണ്ടാണ് അതിന് വാല്യൂ. വാല്യൂ ഉള്ളത്. സാറേ ടോട്ടൽ ക്ലാസ് അവേഴ്സ് എത്ര വരുമെന്നൊന്ന് പറയാമോ? നമുക്കൊരു 52 hours മുതൽ ഒരു 56 hours വരെ വരും മൊത്തം 56 പ്രിപ്പറേഷൻ. hours. ആ അത് 25 ഡേയ്സ് മിനിമം വേണ്ടി വരുവാണ്. 25 to 20 30 ഡേയ്സ് മിനിമം. 30 ഡേയ്സ് മിനിമം എന്ന് പറയും അല്ലേ? അപ്പൊ നമ്മൾ ഡെയിലി ആണെങ്കിൽ അപ്പോൾ സാധാരണ മൺഡേ ടു ഫ്രൈഡേ അല്ലേ സാറിന് ക്ലാസ് ഉണ്ടാവുള്ളൂ? അതെ, അതായത് വീക്ക് ഡേയ്സ് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ, വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ 2 ദിവസം. സാറ്റർഡേ സൺഡേ ടൈമിംഗ് ഷെഡ്യൂൾസ് എപ്പോഴായിരുന്നു ഇന്ത്യൻ ടൈം? ഇപ്പോ ആസ് ഓഫ് നൗ ഞാൻ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാല് വീക്കെൻഡ് 11 AM to 2 PM, വീക്ക് ഡേ ആണെന്നുണ്ടെങ്കിൽ 8 PM to 10 PM. ഇപ്പൊ നടക്കുന്ന ബാച്ചസ് ഇപ്പൊ അവരുടെ ഒരു കൺവീനിയൻസും ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അപ്പൊ അങ്ങനെ ആ ടൈം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കണ്ടിന്യൂസ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരിക്കുമോ അതോ അത് ബാച്ചിന്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കുമോ? ഇതിപ്പോ വീക്ക് ഡേ മാച്ച് ആണെന്നുണ്ടെങ്കിൽ മൺഡേ ടു തേഴ്സ്ഡേ, സോറി മൺഡേ ടു ഫ്രൈഡേ 2 മണിക്കൂർ വെച്ച്. വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ ഓരോ ദിവസവും 4 മണിക്കൂർ വെച്ച്. അപ്പൊ ഇത് ഒരു 13-14 സെഷൻ വരും നമുക്ക്. ഓക്കെ സാർ, ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എത്ര ആയിരിക്കും? കോഴ്സ് ഫീസ് സ്ട്രക്ചർ ഒന്ന് പറയാമോ? ഫീസ് സ്ട്രക്ചർ വരുന്നത് നമ്മൾ 30,000 രൂപയാണ് ഫീസായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു ക്ലാസ്സിന്, CISSP ട്രെയിനിങ്ങിന്. ഓക്കെ ഓക്കെ. അപ്പോൾ സാർ ഇതിൻ്റെ ഉണ്ടല്ലേ, മെറ്റീരിയൽസ് തരും, PDF തരും, പിന്നെ എഫേർട്ട് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ സൈഡിൽ നിന്ന് കാണേണ്ടതാണേ. ക്ലാസ് വീഡിയോസ്, നമ്മുടെ ക്ലാസ്സസിന്റെ വീഡിയോസിന് ആക്സസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കൺവീനിയൻസ് അനുസരിച്ച് അത് റെഫർ ചെയ്യാൻ ചെയ്യാം ആ വീഡിയോസ് എല്ലാം. ഓക്കെ. പേയ്മെൻറ്റ് നമ്മൾ 1 ടൈം പേയ്മെൻ്റ് ആണ് സാധാരണഗതിയിൽ വരിക. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ 2 ടൈം പേയ്മെൻ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ സാറേ. ഓക്കെ. അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ധാരണയായില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ?
അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൈറ്റ് കാര്യങ്ങളുണ്ട്. സൈറ്റിൽ ഇതിൻ്റെ പിന്നെ സിലബസ്, അതിൻ്റെ ഡൊമെയിൻ കാര്യങ്ങളുണ്ട്. കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഞാനിതിൻ്റെയൊക്കെ റെക്കോർഡിങ് എല്ലാവർക്കും ഞാൻ അയക്കുന്നുണ്ട്. ഒരു അപ്പം കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു മനീഷ് സാറേ, നമുക്ക് ഓക്കെ, ഇതിന് 3 ഇയേഴ്സ് വല്ല റീസർട്ടിഫിക്കേഷൻ വല്ലതും വേണ്ടി വരുമോ? അത് വേണ്ടി വരും. വേണ്ടി വരുമല്ലോ അല്ലേ? അതായത് ഇപ്പൊ നമ്മളെന്താ, അപ്പൊ എല്ലാ സർട്ടിഫിക്കേഷൻ മാതിരി തന്നെയാ അത്. സർട്ടിഫിക്കേഷൻ ഓക്കെ 3 വർഷത്തേക്കാ. പക്ഷെ ഓരോ വർഷവും നമ്മളൊരു $135 മെയിൻ്റനൻസ് ഫീയും ഒരു 40 CP പോയിന്റ്സും ഏൺ ചെയ്താൽ, ഇത് ഓക്കെ എല്ലാ വർഷവും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത 3 വർഷത്തേക്ക് റിന്യൂ ആവും. എല്ലാ വർഷവും $135 മെയിൻ്റെനൻസ് കോസ്റ്റും $40 ആ 40 points 40 CP. അതായത് നമ്മൾ ആ 40 ടൈമിങ് മാനേജ് ചെയ്യണം, അവരോട് പറയുന്ന ട്രെയിനിങ്. അല്ലെങ്കിൽ അത് സാർ അതിൻ്റെ ഇടയ്ക്ക് ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ, എനിക്ക് തോന്നുന്നു അതിൽ എവിടെയോ വിട്ടുപോയിരുന്നു. 40 ഞാൻ CP റെക്- പോയിന്റ്സ്. ഞാൻ സോറി റെക്കോർഡിംഗ് ഒന്നും കൂടെ അയച്ചു തരാം, ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് CP പോയിന്റ് കിട്ടുമെന്ന് കേട്ടോ. ഓക്കെ മനീഷ് സാറേ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇതിൻ്റെയൊക്കെ റെക്കോർഡിംഗ് സെഷൻസ് നമുക്ക് അയച്ചു തരും. അപ്പം വീക്കെൻഡ് ബാച്ചുകളും ഡെയിലി ബാച്ചസിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, താങ്ക് യു. ഞാൻ എല്ലാവർക്കും റെക്കോർഡിംഗ് അയച്ചു തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു സാർ. ഓക്കെ കോംപ്റ്റിയ സെക്യൂരിറ്റി പ്ലസ് മാത്രം ഫീ എത്രയാവും അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സാറ് തന്നെയാണ് എടുക്കുക കേട്ടോ. ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക്സ് എവരിവൺ. ഓക്കെ സാർ, താങ്ക് യു സാർ. ബൈ. താങ്ക് യു. കച്ചേരി അവർക്ക്